Seventh question, if each edge of a cube is doubled, how many times will its surface area increase? ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ എഡ്ജ് ഓരോ എഡ്ജും ഡബിൾ ആയാൽ അതിൻ്റെ സർഫസ് ഏരിയ എത്ര ടൈംസ് ഇൻക്രീസ് ആകുമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? എഡ്ജിനെ നമുക്ക് എൽ അല്ലെങ്കിൽ എ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ വെച്ച് തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി പോകാമേ. Let the original edge of the cube be L centimeter. അപ്പോൾ ഇവിടെ ഡബിൾ ആകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ആദ്യം ശരിക്കുമുള്ള എഡ്ജ് എല്ലാണ്. അപ്പോൾ അത് നമ്മൾ എഴുതണം. പിന്നെ ഡബിൾ ആകുന്നത് നമ്മൾ എഴുതണം. അപ്പോൾ രണ്ടും നമ്മൾ എഴുതണം കേട്ടോ. ദെൻ its new edge is equal to, ന്യൂ എഡ്ജ് എന്തായിരിക്കും? ഡബിൾ ആകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2L സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? ഡബിളായി അത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കിയേ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ സർഫസ് ഏരിയ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഒറിജിനൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് എന്തായിരിക്കും? ഒറിജിനൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ്, ക്യൂബിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 6L സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലേ. എഡ്ജ് ഡബിൾ ആയി കഴിയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? ന്യൂ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് ഈസ് ഈക്വൽ ടു ഡബിൾ ആയി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എൽ എന്നുള്ളതിന് പകരം എന്തായിരുന്നു ഇവിടെ? ന്യൂ എഡ്ജ് 2L ആയി. അപ്പോൾ ഈ എല്ലിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 2L കൊടുക്കും. അപ്പോൾ 6 × 2L ദ ഹോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഒറിജിനൽ ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് L ആയിരുന്നു. അത് ഡബിൾ ആയപ്പോൾ അതിൻ്റെ എഡ്ജ് എന്തായി? 2L ആയി. അപ്പോൾ ഒറിജിനൽ ക്യൂബിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതായത് ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 6L സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ എഡ്ജ് ഡബിൾ ആയി കഴിഞ്ഞപ്പോൾ ഉള്ള സർഫസ് ഏരിയ ആണ്, അതായത് ന്യൂ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ്. അതെന്താണ്? അപ്പം ഈ എല്ലിന് പകരം നമ്മൾ 2L ഇട്ട് കൊടുക്കും. ന്യൂ ക്യൂബിൻ്റെ എഡ്ജ് 2L, അത് നമ്മൾ എല്ലിന് പകരം ഇവിടെ ഇട്ട് കൊടുക്കും, 2L ആയിട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ എന്തായി? 6 × 2L ദ ഹോൾ സ്ക്വയർ എന്താവും? 2ൻ്റെ സ്ക്വയർ 4, എല്ലിൻ്റെ സ്ക്വയർ L സ്ക്വയർ, 6 × 4L സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായി. അപ്പോൾ ശരിക്കും ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6L സ്ക്വയർ ആണല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4 × 6L സ്ക്വയർ എന്ന് എഴുതാം. കണ്ടല്ലോ? അപ്പോൾ ഒറിജിനൽ സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് 6L സ്ക്വയർ ആണ്. നമുക്കിവിടെ 4 × 6L സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എത്ര ടൈംസ് ആണ് ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ആയത്? 4 ടൈംസ് ആണ് ഇൻക്രീസ് ആയത്. 4 × 6L സ്ക്വയർ അല്ലേ? അപ്പോൾ 4 ടൈംസ് സർഫസ് ഏരിയ ഇൻക്രീസ് ആയി. മനസ്സിലായല്ലോ? നമുക്കിവിടെ ചെയ്തു വന്നപ്പോൾ 6L സ്ക്വയർ തന്നെ ഇവിടെ കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് സർഫസ് ഏരിയയാണ്. 4 × സർഫസ് ഏരിയ എന്ന് വെച്ചാൽ സർഫസ് ഏരിയ 4 ടൈംസ് ഇൻക്രീസ് ആയി. ഇതെന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 4 × ഒറിജിനൽ, ഇവിടെ 6L സ്ക്വയർ എന്താണ്? ഒറിജിനൽ സർഫസ് ഏരിയ അല്ലേ? ഒറിജിനൽ surface area. Hence, its surface area will increase 4 times. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് വിൽ ഇറ്റ്സ് വോളിയം ഇൻക്രീസ്? ഇതിൻ്റെ ഈ ക്യൂബിൻ്റെ എഡ്ജ്, ഓരോ എഡ്ജും ഡബിൾ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ഒറിജിനൽ വോളിയം ഓഫ് ദി ക്യൂബും എഴുതണം, ന്യൂ വോളിയം ഓഫ് ദി ക്യൂബും എഴുതണം. അതിൽ നിന്ന് നമുക്ക് എത്ര ടൈംസ് ഇൻക്രീസ് ആയെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഒറിജിനൽ വോളിയം എന്താണ്? ഒറിജിനൽ വോളിയം ഓഫ് ദി ക്യൂബ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? L ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബാണ് ക്യൂബിൻ്റെ വോളിയം.
ഇനി ന്യൂ വോളിയം ഓഫ് ദി ക്യൂബ് എന്താണ്? ഡബിളായി കഴിഞ്ഞിട്ടുള്ള വോളിയമാണ് ന്യൂ വോളിയം. ന്യൂ വോളിയം ഓഫ് ദി ക്യൂബ് ഈസ് ഈക്വൽ ടു എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്. അപ്പം ഡബിൾ ആണ് ആയത്. അപ്പം ഈ എല്ലിന് പകരം ഇവിടെ എന്താകും? 2L ദി ഹോൾ ക്യൂബ് ആകും, സെൻറ്റിമീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒറിജിനൽ എഡ്ജ് എന്ന് പറയുന്നത് എല്ലാണ്, അത് ഡബിളായി. അപ്പം എല്ലിന് പകരം നമ്മൾ എന്തെഴുതി? 2L എഴുതി. ദിസ് ഈസ് 2 ക്യൂബ് ഈസ് 8, L ക്യൂബ് ഈസ് 8, L ക്യൂബ് സെൻറ്റിമീറ്റർ ക്യൂബ്. ഈ L ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ വോളിയമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 8 ഇൻറ്റു ഒറിജിനൽ വോളിയം ഓഫ് ദി ക്യൂബ്. ഒറിജിനൽ വോളിയം ഓഫ് ദി ക്യൂബ്. അപ്പോൾ വോളിയം എത്ര ടൈംസ് ഇൻക്രീസ് ആയി? 8 ടൈംസ് ഇൻക്രീസ് ആയി. ഹെൻസ് ഇറ്റ്സ് വോളിയം will increase 8 times. ഇതിൻ്റെ വോളിയം 8 ടൈംസ് ഇൻക്രീസ് ആകും.